ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്നൊരു വായനയായാലോ? തോന്നലുകളും വിശ്വാസ ജീവിതവും ഒന്നല്ല. നമുക്ക് നോക്കിയാലോ? ദിവ്യകാരുണ്യത്തിലൂടെ നീ സ്വീകരിച്ചത് യേശുവിനെയാണെന്ന് വിശ്വസിക്കുക. നിന്റെ പാപം ക്ഷമിച്ചതും യേശുവാണെന്ന് വിശ്വസിക്കുക. വികാരങ്ങളെയും തോന്നലുകളെയും നീ വിശ്വസിക്കരുത്, കാരണം നിന്റെ വികാരങ്ങളും തോന്നലുകളും പെട്ടെന്ന് മാറാവുന്നതാണ്. നിന്റെ ലക്ഷ്യം യേശു ക്രിസ്തു ആയിരിക്കട്ടെ. ആത്മീയ ജീവിതത്തിൽ ഈ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് വേണം നീ മുന്നോട്ട് പോകുവാൻ. ഞാൻ എന്നേക്കും യേശുവിൻ്റേത് മാത്രമായിരിക്കുമെന്ന് നീ തീരുമാനിക്കുക. തോന്നലുകളെയും വികാരങ്ങളെയും പ്രാർത്ഥനയിൽ ശ്രദ്ധാപൂർവം ഉപയോഗിക്കുക. എൻ്റെ തോന്നലുകളല്ല, ദൈവം എൻ്റെ പാപം ക്ഷമിച്ചു എന്നും ദിവ്യകാരുണ്യത്തിൽ യേശു സന്നിഹിതനാണെന്നും വിശ്വസിക്കാനുള്ള കാരണം യേശു ക്രിസ്തു അക്കാര്യം എന്നെ പഠിപ്പിച്ചിരിക്കുന്നു എന്നതാണ് അതിന് കാരണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, എൻ്റെ വികാരങ്ങളെയും തോന്നലുകളെയും നിയന്ത്രിക്കാനും ജീവിക്കാനും അങ്ങ് തന്നെ എന്നെ സഹായിക്കണമേ. ഓക്കെ, താങ്ക് യു.